ഇപ്പോൾ നമുക്കൊപ്പം സംവിധായകൻ വിനയൻ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ വിനയൻ. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം അരുൺ. നമ്മൾ കുറച്ചു കാര്യം തുറന്നു പറയാമെന്ന് പറഞ്ഞന്ന് പിരിഞ്ഞതാണ്. പിന്നീട് അങ്ങേ കണ്ടില്ല. അതെ അതെ. പിന്നെ എന്നോട് ശ്രീജയെ വിളിച്ചിട്ട് ഞാൻ 1 മണിക്കൂർ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു റിപ്പോർട്ടർ ചാനലില്. അത് ഒത്തിരി പേര് കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏറ്റവും റീച്ച് വന്ന എന്റെ ഒരു സ്പീച്ചായിരുന്നു എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ വിനയൻ. നമുക്ക് 2 കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഡബിൾ രാജി. അതിലൊന്ന് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് പടിയിറങ്ങിയിരിക്കുന്നു. ആരോപണം കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉയർന്നതാണെങ്കിലും ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ അതിന് മൂർച്ച കൂടി സിദ്ദിഖിന് രാജിവെച്ചൊഴിയേണ്ട സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒരു കളങ്കിതനെ, ഒരു കുറ്റാരോപിതനെ, മീറ്റുവിൽ ആരോപണ വിധേയനായ ഒരാളെ AMMA പോലൊരു സംഘടന തലപ്പത്തിരുത്തിയാണ് ഇതുവരെ ഭരിച്ചത് എന്നത് ഓർമ്മിക്കുമ്പോൾ നമ്മളിൽ ഞെട്ടലുണ്ടാക്കുകയും ചെയ്യുന്നു. രാജിയോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? സിദ്ദിഖിന്റെ രാജി, സിദ്ദിഖിനെ കണക്കൊരു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആ പൊസിഷനിലിരിക്കുന്ന ഒരാളെ പറ്റി അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ രാജി നന്നായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അത് സിനിമാക്കാരുടെയൊക്കെ ഇമേജിന് അത് ദോഷം ചെയ്തേനെ അദ്ദേഹത്തിന്റെ രാജി. മറിച്ച് രഞ്ജിത്തിന്റെ രാജിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു അനിവാര്യതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രഞ്ജിത്ത് ഇപ്പോ ഈ രാജി ഒരു സ്ത്രീ വിഷയത്തിലാണ്. അല്ലാതെ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പവിത്രതയും നിഷ്പക്ഷതയും നോക്കുന്ന ഒരാളായിരുന്നില്ല എന്ന് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിരുന്ന രഞ്ജിത്തിനെ പറ്റി എനിക്കൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, 1 വർഷം മുമ്പ് പിന്നെ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല, അദ്ദേഹം ഒഴിയണമെന്ന് പറഞ്ഞ ഞാനൊരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കൊടുത്തിരുന്നതാണ്. അതിനന്ന് കാരണമുണ്ടായിരുന്നു. കാരണം ഈ സിനിമ അവാർഡൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ബോഡിയുടെ ചെയർമാനായിരിക്കുന്ന ഒരാള് നിഷ്പക്ഷമായിരിക്കണം. അദ്ദേഹത്തിന് എത്ര ദേഷ്യവും. ഇപ്പം രഞ്ജിത്തും ഞാനുമായിട്ട് സംഘടനാ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഈ മാക്ര ഫെഡറേഷൻ തകർത്തതിന്റെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തി പുള്ളിയാണ്. ഞാനതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെ കണ്ടിരുന്നത്. ഞാൻ ചില നിലപാടുകൾ എടുത്തു. ആ നിലപാടുകളുടെ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അനുഭവിച്ചു. ഞാൻ ഇന്നും അതിന് ഫൈറ്റ് ചെയ്യുന്നു. അത് വേറൊരു കാര്യം. മറിച്ച് ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാള് ആ എതിരിൽ നിന്ന ഒരു സംവിധായകന്റെ ഒരു പടം വരുമ്പം ആ പടം ചവറുകൂടമാണ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞത് ഞാൻ ചുമ്മാ ആരോപിച്ചതല്ല. അന്നത്തെ ജൂറി മെമ്പർമാരായിരുന്ന നേമം പുഷ്പരാജും ജിൻസി എന്ന് പറയുന്ന ഒരു ഗായികയും അവര് വെളിപ്പെടുത്തി ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും ഞാൻ ബഹുമാന്യായ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി കൊടുത്തിട്ട് അവരെടുത്തില്ല. അത് ചവച്ചോട്ടെ ഇട്ടു. എന്ന് മാത്രമല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞത് ആ വാക്ക് ഞാൻ ഇന്നും ആലോചിക്കുന്നു. അദ്ദേഹം ഒരു ഇതിഹാസമാണ്, വിനയം പറയുന്നതിലൊന്നും കാര്യമില്ല. അത് തെറ്റായിരുന്നു. അങ്ങനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു ചെറിയ സപ്പോർട്ടോടു കൂടിയാണ് ഇദ്ദേഹം നിന്നിരുന്നെന്ന് അദ്ദേഹത്തിനുള്ള ഒരു തിരിച്ചടി കൂടാണ് ഈ രാജി എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് രഞ്ജിത്തിന്റെ രാജി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുള്ള തിരിച്ചടി കൂടിയാണ്. സംശയമില്ല. കാരണം അത് ഞാൻ പറയാൻ കാര്യം, അന്ന് അന്തരിച്ച ശ്രീ കാനൻ രാജേന്ദ്രൻ അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് എൻ്റെ ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇത് വലിയ മോശമാണല്ലോ, ഇത് സത്യമാണോ? ഞാൻ പറഞ്ഞു, അങ്ങ് നേമം പുഷ്പരാജിനെ വിളിച്ച് ചോദിക്കൂ. അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് എന്നോട് പറഞ്ഞത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ വിളിച്ചിരുന്നു എന്നാണ്. അതായത് ചലച്ചിത്ര അക്കാദമിക്ക് കളങ്കം ചാർത്തിയ ഒരു ചെയർമാനായിട്ടാണ് രഞ്ജിത്തിന്റെ പടിയിറക്കം. സംശയമില്ല. അദ്ദേഹം ആ സ്ഥലത്തിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം നിഷ്പക്ഷമാരല്ലായിരുന്നു എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. ഇത് വലിയ ക്യാൻവാസ് ആണല്ലോ. ഈ ആരോപണത്തെക്കാളും വലുതാണല്ലോ അരുണത്. കാരണം ഒരു വലിയ മേഖലയുടെ ചെയർമാനായിരുന്നുകൊണ്ട് അവാർഡുകളും മറ്റും എക്സിക്യൂട്ട് ചെയ്യേണ്ട, ആ അവാർഡ് നിർണയത്തിന്റെ ഒക്കെ ചുക്കാൻ പിടിക്കേണ്ട ഒരാള് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ മാറ്റിവെക്കണമെന്ന് പറഞ്ഞാല് അവിടെ തന്നെ തീർന്നില്ലേ അതിന്റെ നിഷ്പക്ഷത, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ വിശുദ്ധിയും. അതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഈ രഞ്ജിത്തിന്റെ ഒരു പെരുമാറ്റം പലപ്പോഴും ചലച്ചിത്ര സെറ്റുകളിലോ അതല്ലെങ്കിൽ അക്കാദമിയിലോ ഒന്നും ഒരു ഇൻഫോംഡായ ഒരു കലാകാരനെ പോലെ പല സമയത്തും പെരുമാറുന്നുണ്ടെങ്കിലും ചില സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രം അദ്ദേഹത്തെ ആവാഹിക്കുന്നത് ചില ആളുകളൊക്കെ പറയും ഈ 6-ാം തമ്പുരാൻ്റെ ഒരു ഭാവം, ഫ്യൂഡൽ മാടമ്പിയുടെ ഭാവം ഈ രഞ്ജിത്തിനുണ്ടായിരുന്നു എന്നതരത്തിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് അദ്ദേഹം ആ ബോധം, ആ ആൺബോധത്തിന് അടിപ്പെട്ടിരുന്ന ഒരാളാണല്ലേ രഞ്ജിത്ത്? അതൊക്കെ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു മാടമ്പിത്തരം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കലാകാരൻ, അദ്ദേഹം ഉണ്ടാക്കിയ കഥാപാത്രങ്ങളെ പോലെ പ്രതികരിക്കുന്ന ആള് പറഞ്ഞ മനസ്സിലായി. ഇപ്പം സ്ത്രീകളെ പറ്റി അദ്ദേഹം എഴുതിയ ഡയലോഗൊക്കെ അല്ലേ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്
അതൊക്കെ ഒരു കലാകാരന്റെ എല്ലാ കലാകാരന്മാരും എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിശുദ്ധ മനുഷ്യന്റെ ആ രൂപത്തിലായിരിക്കണം എന്നൊന്നും പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. രഞ്ജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെതായ ചില ഭാവനകളുണ്ട്. ആ ഭാവനയൊന്നും നമുക്ക് ചിലപ്പോൾ യോജിച്ചതായിരിക്കില്ല. മറിച്ച് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നീതിയുക്തമല്ലാത്ത ചില കാര്യം ചെയ്യുകയും എന്നിട്ടും അദ്ദേഹം അത് ന്യായീകരിക്കുകയും ചെയ്ത ഒരു അവസ്ഥയാണ് ഈ അവാർഡ് നിർണ്ണയത്തിൽ കണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തെ ബഹുമാനായ എൻ്റെ സുഹൃത്താണ്, ഞാനും ആലപ്പുഴക്കാരനാണ്, അമ്പലപ്പുഴക്കാരാണ്, ഞങ്ങൾ അറിയാവുന്നവരാണ്. പക്ഷെ ഞാൻ തുറന്നു പറയാം, സാംസ്കാരിക വകുപ്പിൻ്റെതായ ഒരു നിഷ്പക്ഷതയും അതിൻ്റെ ഒരു സാംസ്കാരിക തലവും ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം കൂടി, ഈ ആലപ്പുഴക്കാരനെ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെക്കാൾ കൂടുതൽ വലിയ സൗഹൃദം രഞ്ജിത്തുമായിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആ സൗഹൃദം പക്ഷേ അനാരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് നീണ്ടു അല്ലേ? അത് 100 വട്ടവും ശ്രീ അരുൺകുമാർ പറഞ്ഞത് സത്യമാണ്. ആ ഫ്രണ്ട്ഷിപ്പാണ് എന്തെങ്കിലും ആരോപണങ്ങൾ, ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാർ തന്നെ ഇടതുപക്ഷത്തോട് സഹകരിച്ച സംവിധായകരും കലാകാരന്മാരും ഒക്കെ തന്നെ സജി ചെറിയാനെതിരെ ചില വാക്കുകൾ പറയാൻ കാര്യം എന്താണ്? അദ്ദേഹത്തിന് എന്നോട് ഈ പാർട്ടിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ നേതാക്കന്മാരും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ പോലും എന്നെ വിളിച്ചിട്ട് എന്നെ ആശ്വസിപ്പിച്ച സാഹചര്യം ഉണ്ടെന്ന് ഞാൻ അരുണിന്റെ തുറന്നു പറയുകയാണ്. അത് എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് തുറന്നു ചോദിക്കാം, അങ്ങ് കേട്ടിട്ടുണ്ടോ എന്തായിരിക്കും സജി ചെറിയാൻ ഇതിനകത്തൊരു താല്പര്യം? കാര്യം ഇത്തരമൊരു വിഷയങ്ങളിലൊക്കെ വിശാലമായ ഇടതുപക്ഷത്ത് നിന്ന് നിലപാടെടുക്കേണ്ട ഒരു മന്ത്രി, പ്രത്യേകിച്ചൊരു അങ്ങ് പറഞ്ഞതുപോലെ നീതിയുക്തമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു, മറുഭാഗത്ത് ലൈംഗികാതിക്രമത്തിൻ്റെ വാർത്ത വരുന്നു, അപ്പോഴൊക്കെ നിസ്സംഗനായി പെരുമാറുകയാണ്. അപ്പോൾ ആ സൗഹൃദം ഒരുപക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നതിന് ഒരു താല്പര്യമുണ്ടല്ലോ, അതെന്തായിരിക്കും? എനിക്കറിയില്ലായിരുന്നു കുമാർ. എന്നോട് അദ്ദേഹത്തിന്റെ സീനിയറായ ഒരാൾ പറഞ്ഞത് അത് സജി ചെറിയാനൊന്നും വലുതായിട്ട് പഠിക്കുന്നില്ല, അല്ല അതിനൊന്നും വലിയ സീരിയസ്നെസ് കൊടുക്കുന്നില്ല, ആ കാര്യമൊന്നും അദ്ദേഹം പഠിച്ചിട്ടല്ല പറയുന്നെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാന് സജി ചെറിയാനെ ഇഷ്ടപ്പെടുന്ന അല്ലെ അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്കമായ, നമുക്കറിയാമല്ലോ പണ്ട് പ്രളയമൊക്കെ ഉണ്ടായപ്പം ഭയങ്കരമായിട്ട് ഇവിടുന്ന് വിളിച്ചു പോവുകയും രക്ഷിക്കണതിൻ്റെ ധാരണ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന്, അല്ലെ പിന്നെ ഭരണഘടന കുന്തവും കുടച്ചക്രവും അല്ല എന്ന് പറഞ്ഞ കക്ഷി, ഇങ്ങനെ ഇദ്ദേഹത്തെ പറ്റിയുള്ള പല കാര്യവും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പുള്ളി വലുതായിട്ട് സീരിയസ് ആയിട്ടൊന്നും ഇതിനെ എടുക്കുന്ന ഒരാളല്ലെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ചിലപ്പോൾ അതിനെ ടോക്സിക് ഇന്നസെൻസ് എന്നൊക്കെ പറയാറുണ്ട്. നിഷ്കളങ്കമാണ്, പക്ഷേ ആ വിഷകരമായ ഇന്നസെൻസ് എന്നൊക്കെ പറയാറുണ്ട്. എനിക്കറിയില്ല അതങ്ങനെ പറയാൻ പറ്റുമോ. ശ്രീ വിനയൻ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിലേക്ക് കൂടി വന്നാൽ, സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണമാണ് ഇവർ ഉന്നയിച്ചത്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത വിധം മൂർച്ചയതിന് ഇപ്പോൾ കൂടുന്നു. സിദ്ദിഖിനെതിരെ ഒരുപാട് പേര് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. AMM പോലൊരു സംഘടന, ഷമ്മി പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ഒരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു, വിനയൻ, തിലകൻ, ഷമ്മി, മാള, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ച മനുഷ്യരാണ്. യഥാർത്ഥത്തിൽ സിദ്ദിഖ് ഈ അങ്ങയുടെ കേസിൽ തന്നെ കാണുന്നത് പോലെ അധീശത്വമുള്ളയാൾ എന്നതാണല്ലോ അതിലെ പ്രയോഗം. അതുപോലെ യഥാർത്ഥത്തിൽ AMMയിലെ പവർ ഗ്രൂപ്പിന്റെ ലീഡറായിരുന്നു സിദ്ദിഖ്, അങ്ങനെ നമുക്ക് അനുമാനിക്കാമല്ലേ? പക്ഷേ അതിലൊരു സംഭവം ഉള്ളത്, സിദ്ദിഖിന്റെ അതിന്റെ മുന്നില് എന്താ പറയാ, ഒരു പൊസിഷനിൽ ഒരു ചെയറിൽ ഇരുന്നിരുന്നില്ല, അതിപ്പോ ഇരുന്ന ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് അതിന്റെ ഇതിൽ വന്നിരുന്നില്ല. കാരണം ഇപ്പം ഞാൻ അതിനകത്ത് പലരും, ഇപ്പം നമുക്കറിയാം അമ്മയുടെ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ടിലും അതിന്റെ വിധി സുപ്രീം കോടതി പോലും അക്സെപ്റ്റ് ചെയ്ത വിധിയിലൊക്കെ വന്നിരിക്കുന്നത് ഇന്നസെന്റ് ആയിരുന്നു ഇതിനകത്ത് പ്രസിഡന്റ്. അന്ന് സത്യത്തിൽ മോഹൻലാൽ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും മോഹൻലാൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഇടവേള ബാബു ആണ് എന്ന് പറഞ്ഞിട്ട് ഇടവേള ബാബുവിനാണ് അന്ന് ഫൈൻ വന്നത്. ഇന്നസെന്റ് വന്നു, പിന്നെ ഫെഫ്കയ്ക്ക് വന്നു, ഉണ്ണികൃഷ്ണൻ, അങ്ങനെയൊക്കെയായിരുന്നു ഫൈൻ വന്നത്. അന്നൊന്നും സത്യത്തിൽ എന്നോട് പലരും പറഞ്ഞിരുന്നു ഈ ഉള്ളിൽ നിന്ന് ഭയങ്കര ശക്തമായിട്ട് ഇക്കാര്യത്തിൽ സിദ്ദിഖ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ സിദ്ദിഖ് ഞാനോട് നല്ല ഫ്രണ്ടായിരുന്നു, സിദ്ദിഖ് പെരുമാറാൻ ഭയങ്കര മിടുക്കനാണ്, എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അത് അങ്ങനെ വിലക്കുന്നതിനൊക്കെ ഞാൻ എതിരാണെന്ന് തന്നെ പറഞ്ഞിരുന്ന ആളാണ്. സിദ്ദിഖിൻ്റെ പിന്നെ ഒരു മകൻ്റെ മരണം ഉണ്ടായ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സിദ്ദിഖ് എന്താ ഫ്രണ്ടിൽ നിൽക്കാതെ സിദ്ദിഖ് ബാക്കിലാണ് നിന്നിരുന്നെന്നുള്ളത് സത്യമാണ്. അതായത് ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കുള്ള ഒരു പൊസിഷൻ ഒരുക്കി കൊടുത്തു, എങ്ങനെ വേണം പറയാം അല്ലേ? എന്നോടൊരു യുവ നടി ഇപ്പോൾ മെസ്സേജ് അയച്ചിരുന്നത്, ഇദ്ദേഹം ഒരു കർമ്മ എന്നാണ് ഒരൊറ്റ വാക്കിൽ അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സിദ്ദിഖിൻ്റെ രാജിവിവരം അറിയിച്ചപ്പോൾ കർമ്മ എന്നാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീ വിനയനും തിലകനും ഷമ്മി തിലകനും അടക്കം ഒരു കാലഘട്ടത്തിൽ ഇവരുമായി പോരാടി, എനിക്ക് തോന്നുന്നു വളരെ ഐതിഹാസികമായ പോരാട്ടമാണ്. ഒരു വലിയ പവർ ഗ്രൂപ്പിനോടാണല്ലോ നിങ്ങൾ പോരാടിയത്.
നിങ്ങളുടെ അതെ കരിയറും അതെ നിങ്ങളെപ്പോലുള്ള ടാലൻ്റുള്ള മനുഷ്യരുടെ കരിയറിനും ഒക്കെ മുൻപിൽ വെച്ചാണ് നിങ്ങൾ പോരാടിയത്. കർമ്മ എന്ന് തന്നെ പറയുമോ താങ്കൾ? അങ്ങനെ ആയിരിക്കാം പുള്ളിക്ക് അത് കിട്ടിയത്. കാരണം നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, നമുക്ക് ഈ കാലത്തിന്റെ ഒരു നിയതി അല്ലെങ്കിൽ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മളിൽ വന്ന് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഉം. എന്നെ സംബന്ധിച്ച് അരുൺ പറഞ്ഞറിയോ, ഞാൻ ഇത്രയും സിനിമ ചെയ്തു, ഒത്തിരി പേരെ മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ ഒരു തെറ്റും ഈ സംഘടന ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ആ പരിപാടിക്ക് ഇവർ സഹകരിക്കാത്ത ഒരു കാലത്തിൽ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പറഞ്ഞ് മനസ്സിലായി. അപ്പോ അതിനകത്തൊരു കർമ്മ എന്ന് പറയുന്നത് തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, താങ്കൾക്കറിയാവുന്ന ഒരു സിദ്ദിഖ് ഇത്തരത്തിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരു താരമാണോ? ഇല്ല അരുൺ, അങ്ങനെ അത്തരം കാര്യമൊന്നും എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വളരെ വിവരമുള്ള, അല്ലെങ്കിൽ കാര്യങ്ങളെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യമൊന്നും സിദ്ദിഖിന്റെ എനിക്കറിയാം. എന്റെ പടങ്ങളിൽ സിദ്ദിഖ് അഭിനയിച്ചിരിക്കുന്ന വെള്ളി നക്ഷത്രം, എന്തോ കരിമാടിക്കുട്ടനോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പടത്തിലെ സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ളൂ. ഈ അങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സത്യം. ഓക്കെ. താങ്ക് യു വിനയ്. നമുക്കൊരു ദിവസം വിശാലമായി സംസാരിക്കാം ഈ താങ്ക് യു സിനിമയെക്കുറിച്ചും ചലച്ചിത്ര താങ്ക് യു ലോകത്തെക്കുറിച്ചും. താങ്ക് യു ശ്രീ വിനയ്. താങ്ക് യു.